ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് മോനിന്ന് കുറച്ച് മക്രൂണി വാങ്ങിയിട്ടുണ്ടോന്ന് കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല, 500 ഗ്രാമിന് 40 രൂപ ആയിട്ടുള്ളത്. അപ്പോൾ 1 കിലോന് 80 രൂപ. അപ്പോൾ മോനിന്ന് അത് ഭയങ്കര ഒരു പൂതിയായപ്പോൾ അവന് വാങ്ങിക്കൊണ്ടുവന്നാ. അപ്പം ഞാൻ അതാ കുറച്ചെടുത്ത് വന്ന് വൈകുന്നേരത്തിനേക്ക് വേണ്ടിയിരിക്കും ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതുണ്ടാക്കി വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ വെള്ളം അടുപ്പത്ത് വെച്ചിന് നമ്മളെ മക്രൂണി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്കൊന്ന് കഴുകിയിട്ടാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കുക. ആ വേവുന്ന സമയമാകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ട പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് എരിഞ്ഞ് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പം നമ്മളെല്ലാം പച്ചക്കറിയൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് എരിയാന്ന് വിചാരിച്ച് എന്താ. അപ്പം നമ്മളെ മക്രൂണി ഉള്ളതാ ഇതുപോലെ നല്ലോണം ഇങ്ങനെ വെന്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുമെന്ന് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മളെ പച്ചക്കറിയൊക്കെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ട് ഇനി ഒന്നായിട്ട് നമ്മൾ എരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഞാൻ എടുത്തത് സബോള, തക്കാളി, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, പിന്നെ ചെറിയൊരു കേബേജിൻ്റെ കഷ്ണം ഉണ്ടായിനി അതുകൂടി കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എറിയട്ടെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എന്താട്ടോ ഞാൻ തക്കാളി എരിഞ്ഞെടുക്കണം, ഉള്ളി എരിഞ്ഞ് സവോള എരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ തക്കാളി എരിഞ്ഞ് പിന്നെ ക്യാരറ്റ് എരിഞ്ഞെടുക്കുക കേട്ടോ. ഇതൊക്കെ വെറൈറ്റി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് നല്ലതാണ്, സന്തോഷമാണ്. അപ്പോൾ തന്നെ നമ്മളെ മക്രൂണി ഇതാ വെന്തിട്ടോ. ഞാൻ ഒന്ന് ഊറ്റിയെടുത്ത് ഇതാ ഈ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ പച്ചക്കറി ഇതൊക്കെ ഇടാ എരിഞ്ഞ് വെച്ചാണ്. ഇത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കിയായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഇതാണ് നമുക്ക് ചെറിയൊരു കഷ്ണം കേബേജ് ഉണ്ടായി. അപ്പോൾ അതും അവിടെ എരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടോ. ഇനി ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് എണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് എരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിടും ചെറിയതായിട്ട് എരിഞ്ഞ് വെച്ചതാണ് അതിലേക്ക് ഇടുക. അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഓരോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എരിഞ്ഞ് വെച്ച് ഓരോന്ന് ഇടുക കേട്ടോ. അധികം വെന്ത് പോവരുത് പച്ചക്കറി, ആവശ്യത്തിനുള്ളവരുണ്ടല്ലോ വെന്തൊടിയരുത്, നമുക്കൊന്ന് കടിക്കുന്ന രൂപത്തിലായി കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക കേട്ടോ. അങ്ങനെ ഞാൻ ഉള്ളിയിട്ട് ഇനി അങ്ങനെ ഓരോന്ന് എരിഞ്ഞ് വെച്ചതെല്ലാം ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതെല്ലാം എല്ലാതും ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കേട്ടോ. അധികം ഉപ്പ് വേണ്ട, നമ്മൾ മക്രൂണിയിലും കുറച്ച് ഉപ്പിട്ടാണല്ലോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അവിടെ യോജിപ്പിക്കുക. പിന്നെ അതൊന്നൊന്ന് വാടി വന്നതിൻ്റെ ശേഷം നമുക്ക് എരിഞ്ഞ് വെച്ച കേബേജും അതും അതിലേക്കൊന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് അതിൽ ചെറിയ തീയിൽ എന്നിട്ട് വേവട്ടെ. മൂടി വെച്ച് എന്നിട്ട് നമുക്ക് ആണ്ടോ ഈ രീതിയിൽ ഇങ്ങോട്ട് വെന്താൽ മതി, അധികം വെന്ത് ഇങ്ങോട്ട് ഒടിയരുത്. നമുക്ക് അതിലേക്ക് വേണ്ട മസാലയും കാര്യങ്ങളൊക്കെ എന്നിടണം കേട്ടോ. ഞാൻ ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ ഇതൊക്കെ. ഇത് അധികം ഉണ്ടാക്കുക, ഓവറായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. ആവശ്യം കുറഞ്ഞത് ഉണ്ടാക്കണം. ഒരുപാട് ഉണ്ടാക്കിയാൽ വേഗം മടുപ്പാവും ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നുകൂടി വേവട്ടെ എന്ന് വിചാരിച്ചൊന്ന് ചെറിയ തീ കത്തിച്ച് അതിലേക്ക് ആവിയിൽ കിടന്നൊന്ന് വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികളുണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇടാം കേട്ടോ. അധികം മസാലയൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇടുന്നത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല, അപ്പോൾ ചിക്കൻ മസാല ആട്ടോ ഇടുന്നത്. ആ മസാലയൊക്കെ ഒന്നിട്ട് ഒന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ച മക്രൂണി ഉണ്ടല്ലോ അതും അതിലേക്കിടാം. അപ്പം വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. ഇതുപോലത്തെ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങളും കമൻ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റ് കേട്ടോ അത്. ഇപ്പം തന്നെ നമുക്കിതൊക്കെ മസാല ഇങ്ങോട്ട് വഴറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കേട്ടോ.
ഇതാ ഒക്കെ ഒന്നിച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ വേവിച്ച് വെച്ച മക്രൂണി ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ഇടാം. അതും ഇട്ട് ഒന്ന് കുറച്ചെന്താ ഞാൻ വേവിച്ച് വെച്ച മക്രൂണി അതും അതിലേക്ക് ഇങ്ങനെ ഇട്ട് ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറു തീ തന്നെ ഒന്നുകൂടിയും നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് എരിഞ്ഞ് വെച്ചുണ്ടല്ലോ മല്ലിച്ചപ്പ് പുതിന ലാസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ടാൽ കേട്ടോ. അപ്പോഴത്തേനും മോനിങ്ങനെ വന്ന് നോക്കണുണ്ട് കേട്ടോ, അമ്മച്ചിയെ വെന്തോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇപ്പോൾ റെഡി ആവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മളത് അതേപോലെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൽ എരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പും പുതിനയും അതിട്ട് റെഡിയാക്കി വെക്കാം. അപ്പം ഞാനതൊന്ന് മൂടി വെച്ചതാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാ പാത്രങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അതേ സ്ഥാനത്തവിടെ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പം ഇതാണ് നമ്മളെ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റ്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.